അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഒരു മാധവൻ നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹം ഈ ആരതി എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്. അനൗൺസ് ചെയ്തു, നമ്മൾ സത്യസായി സേവാ സംഘടന എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ വാർഡ് ദത്തെടുക്കുകയാണ്. ദത്തെടുത്ത് നമ്മൾ എല്ലാ ദിവസവും കിടപ്പ് രോഗികൾക്ക് കഞ്ഞി കൊടുക്കും. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സേവാ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് 4 ദിവസത്തിനുള്ളിൽ വരും. മനസ്സുള്ളവർ ഇവിടെ ഇരിക്കുക, അല്ലാത്തവർക്കൊക്കെ പോകാം. ഞാൻ നോക്കിയപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ പോയി. എല്ലാവരും ഒരു പ്രമാണിമാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്, അവരെല്ലാം പോയി. ഞാനിവിടെ ഉണ്ട്, ഞാനും ഇരിക്കാം, ഞാൻ വരാം, സേവനത്തിന് വരാം. ആരൊക്കെ ഉണ്ട് പോകാൻ? അപ്പോൾ ഒരു 4-5 പിള്ളേരുണ്ട്. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് സേവനത്തിന് വരും? ഞാൻ പറഞ്ഞു 8 മണിക്ക് ജനറൽ ആശുപത്രിയിൽ ഞങ്ങളെത്തും. ഞാൻ ചെന്നു. അപ്പോൾ 4 ദിവസം കൊണ്ട് ഞങ്ങൾ ക്ലീനിങ് പൂർത്തിയാക്കി. അപ്പോൾ ഒരു 2 മണിയോളമായി പണി പൂർത്തിയാക്കാൻ ഒക്കെ ഒരുങ്ങി ഇരിക്കുമ്പോൾ ഒരു ചെറിയ കറുത്ത ബാഗൊക്കെ തൂക്കി ഒരാൾ കയറി വന്നു. ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഉണ്ട്. സാറാരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ മുകുന്ദൻ, സത്യസായി സംഘടനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. നിങ്ങളാരാണ്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതിനകത്ത് വരാൻ വൈകിപ്പോയ ഒരാളാണ്. പേരെന്താണ്? ഞാൻ പറഞ്ഞു, ശ്രീനിവാസൻ. അദ്ദേഹം പറഞ്ഞു, ഇത് രാഷ്ട്രീയ സംഘടന പോലെയല്ല, ആധ്യാത്മിക സംഘടനയിൽ നിങ്ങളുടെ ഭാവമാണ് പ്രധാനം. നിങ്ങൾ എന്തു ഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. പുള്ളി പോയി. പിറ്റേ ദിവസം രാവിലെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് പോയി 1000-കണക്കിന് ആൾ വന്നു. വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അന്ന് വൈകിട്ട് ഈ മൂന്നൻ സാറിനെ വിളിച്ചു. അപ്പോൾ നാളെ നമ്മൾ കഞ്ഞി വിതരണം ആരംഭിക്കുകയാണ്. കഞ്ഞി വിതരണത്തിൻ്റെ ഒരു ചുമതലക്കാരനായി ശ്രീനിവാസൻ പ്രവർത്തിക്കുമോ? ഞാൻ പറഞ്ഞു, ഈ ചുമതലയൊന്നും വേണ്ട, ഞാനതിനെ സഹായിക്കാം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇവിടെ കഞ്ഞിയൊക്കെ റെഡിയായി. ജനറൽ ആശുപത്രിയിലാണ്, ക്യാൻസർ വാർഡിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനൊരു തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദനയാണ് എന്ന് കരുതിയ ആളാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ ക്യാൻസർ വാർഡിൽ വെള്ളമിറക്കാൻ കഴിയാതെ തൊണ്ടയിൽ ക്യാൻസറായി കിടക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കെല്ലാം കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ഇറക്കാൻ കഴിയില്ല. അതുപോലെ വിഷമമാണ്. നമ്മൾ പയ്യെന്ന് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചത് ആ കഞ്ഞി വിതരണമാണ്. അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച കഞ്ഞി വിതരണമാണ്. അപ്പോൾ ഈ കഞ്ഞി വിതരണം ഇങ്ങനെ ആയിപ്പോൾ എനിക്ക് തോന്നി, ഇവർക്കൊരു സാന്ത്വനമേകാൻ ഒരു ഭജന പോയി പാടിയാലോ. ഞങ്ങൾ 1-2 ദിവസം പോയി കൃഷ്ണ രാമ ഗോവിന്ദ നാരായണ കുറേ ഭജന പാടി. ആരും ഇങ്ങോട്ട് അടുത്തു വരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായിരിക്കും. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സർവ്വമതസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അംബരീഷ്, ഇപ്പോഴും ഉണ്ട്, ഇപ്പം നല്ല വലിയ പാട്ടുകാരനാണ്, അംബരീഷിനെ വിളിച്ചു. അംബരീഷ്, നമുക്കൊരു സർവ്വമത ഭജന പാടാൻ എല്ലാ ആശുപത്രിയിലും പോവാം, വരാമോ? പിന്നെ ചേട്ടൻ വിളിച്ചാൽ വരാം, എപ്പോഴും വരാം. ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. ഒരു മായ ചേച്ചി, ഒരു പ്രസന്ന ചേച്ചി, ഈ അംബരീഷ്, ഞങ്ങളെല്ലാം കൂടെ ചെന്ന് ഭജന പാടുക. അപ്പം അംബരീഷ് നന്നായി പാടും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അപ്പോൾ അത് പാടി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ മെഴുകുതിരികളും പൂക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ. അതും നമ്മൾ തുടങ്ങി വെച്ച കാര്യമാണ്. ഞങ്ങൾ ഇതൊക്കെ തുറന്നു കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം ഈ മുകുന്ദൻ സാറിനെ വിളിച്ചു. ശ്രീനിവാസൻ, അപ്പോൾ ഞാൻ ഒരു സ്വപ്ന ദർശനം പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു തലേ ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കൂടി കണ്ടു. ഞാനിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളുമായി ഒരു വലിയ ഗോഡൗണിനകത്തിരിക്കുന്നു. ഒരുപാട് ആളുകൾ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇങ്ങനെ പോകുന്ന നടക്കുന്ന ഒരു സ്വപ്നം. എവിടെയാണെന്നോ എന്താണെന്നോ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മുകുന്ദൻ സാറിനെ വിളിച്ച്, ശ്രീനിവാസൻ, സ്വാമിയുടെ 75ാം പിറന്നാളാണ്. 75ാം പിറന്നാളിന് നമ്മൾ കേരളത്തിൽ നിന്ന് 1500 സേവാപ്രവർത്തകന്മാർ പോവുകയാണ്. ഇവിടെ നമ്മൾ ആലുവയിൽ നിന്ന് പോക്കറ്റ് ഡയറി, കലണ്ടർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുമായി 7 ലോറി സാധനങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ചുമതലകളുണ്ട്. ശ്രീനിവാസൻ വരണം.
ഞാൻ പറയാം സാറേ ഈ കഞ്ഞി വിതരണവും കാര്യമൊക്കെ അതൊക്കെ നടന്നോളൂ, അതിനൊക്കെ ഇവിടെ ആളുകളുണ്ട്, അതൊക്കെ നടന്നോളൂ, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ ചെന്നപ്പോൾ ഞാൻ സ്വപ്നത്തെ കണ്ട അതേ പോലെ സത്യസായി സേവാ സംഘടനയുടെ കേരള ഘടകത്തെ അന്ന് ഏൽപ്പിച്ചത് ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം അന്ന് നടക്കുകയാണ്. സ്വാമി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഗോഡൗൺ ഇൻചാർജായിട്ടാണ് എന്നെ നിശ്ചയിച്ചത്. അപ്പോൾ എന്നോട് അക്കൂട്ടത്തിൽ പറഞ്ഞു, ഈ ഇവർക്കെല്ലാം കൊടുക്കാനുള്ള പോക്കറ്റ് ഡയറി, കലണ്ടർ ഇതൊക്കെ ആയിട്ട് വണ്ടികൾ വരുന്നു, അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഒരു 200 കസേരയും 100 ഡെസ്കും 200 സേവാപ്രവർത്തകന്മാരെയും തരാം. നമ്മളിത് ആൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ, വെസ്റ്റേൺ ക്യാൻറ്റീൻ, ഒരുപാട് ക്യാൻറ്റീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വാതിക്കലൊക്കെ പോയി നമുക്ക് കട തുടങ്ങാം. എൻ്റെയും ഉദ്ദേശം അതാണ്. അതെങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാം, അതിൻ്റെ ചുമതല. അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ വണ്ടികൾ, വാഹനങ്ങളൊന്നും കയറ്റി വിടുകയില്ല, പിടിവണ്ടിയാണ്. ഞാൻ രാവിലെ ഒരു പിടിവണ്ടി എടുക്കും, പിടിവണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റും, 100 കടകൾ തുറക്കും. തുറക്കാന്ന് പറഞ്ഞാൽ ഷട്ടർ നോക്കി തുറക്കുകയല്ല, എല്ലായിടത്തും ഈ 2 സേവാദന്മാരും ഒരു ഡെസ്കും കസേരയും ഇട്ട് കൊടുക്കും, പുസ്തകങ്ങൾ വെച്ച് കൊടുക്കും, സാധനങ്ങൾ വിൽക്കാനുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കും. വൈകുന്നേരം എൻ്റെ കളക്ഷൻ വാങ്ങിച്ച് 100 കട അടച്ചിട്ട് പോരും. അതായിരുന്നു. അങ്ങനെ 8 ദിവസം പൂർത്തിയായി. 8ാമത്തെ ദിവസം എല്ലാവരും, കേരളത്തിൽ നിന്നുള്ള എല്ലാവരും തിരികെ പോരാൻ തയ്യാറായി. ഞാനും തയ്യാറായി. നമുക്ക് തയ്യാറാകാനൊന്നുമില്ല, അധികം ബാഗൊന്നുമില്ല. അന്ന് ഈ പ്രശാന്തി നിലയത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയൊക്കെ ചുമതലയുള്ള ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ലാൽ സാറ്, അദ്ദേഹം ഈ മുകുന്ദൻ സാറിനെ വിളിച്ചു. മുകുന്ദൻ, ആ ഗോഡൗൺ ഇൻചാർജിനെ 1 വർഷത്തേക്ക് ഞങ്ങൾക്ക് തരുമോ? അപ്പോൾ സാറിനോട് വിളിച്ചു, ശ്രീനിവാസൻ 1 വർഷത്തേക്ക് ഇവിടെ നിൽക്കാനൊരവസരം, നിന്നാലോ? ഞാൻ പറഞ്ഞു നിൽക്കാം സാറേ, എല്ലാ ദിവസവും സ്വാമിയെ കാണാൻ ഒക്കെ അവസരം കിട്ടും, അതൊരു വലിയ ഭാഗ്യമാണ്, ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണ്, കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വലിയ ഭാഗ്യമായി തോന്നി. അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അവിടെ ഒരു ഷാമിയാനായൊക്കെ കെട്ടി നമുക്കിവിടെ വിൽപ്പനയ്ക്കൊക്കെ ആയിട്ട് ഏൽപ്പിച്ചു തന്നു. അതും കൃത്യമായി 1 വർഷത്തോളം പൂർത്തിയാക്കി ആണ് ഞാൻ തിരികെ നാട്ടിലേക്ക് വരുന്നത്. സർ, ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. സർ കാലടിയിൽ എത്തിപ്പെട്ടതും പിന്നീട് നടന്ന ചരിത്ര സംഭവങ്ങളെയും കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായി എനിക്ക് പോകാനിടയായത് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ആ ക്ഷേത്രം വന്ന് കാട് പിടിച്ച് വെച്ചാൽ നാട്ടുകാർ, ഭക്തജനങ്ങൾ കയറാത്ത ഒരു കാലത്താണ് ഞാനിവിടെ ചെല്ലുന്നത്. അപ്പോൾ ഞാനന്ന് വയ്യാതെ കിടന്നിരുന്ന എൻ്റെ ദേവസ്വം ഭരണാധികാരിയായ ദാമോദരൻ തിരുമേനി എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നുമല്ലേ ഞങ്ങൾ നമുക്ക് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നത് നമുക്കൊന്ന് മാറ്റാം, മറ്റേ വിളക്ക് വയ്ക്കുകയും ചെടി വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഈ നാട്ടുകാരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസത്തിലാണ്, ഇതിങ്ങനെ കിടക്കട്ടെ, ഇതൊരു പഴമയുടെ പ്രതീകമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സാറേ തിരുമേനി നമുക്ക് ഇതിൻ്റെ ഒരു ഭരണമോ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല, നമുക്കിത് നന്നാക്കിയെടുക്കാം. അപ്പോൾ തിരുമേനി പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 500 പേര് വരും, അപ്പോൾ ഞങ്ങൾക്ക് സദ്യ കൊടുത്താൽ മതി, ഭക്ഷണം കൊടുത്താൽ മതി. അപ്പോൾ തിരുമേനി പറഞ്ഞു, എത്ര പേര് വന്നാലും 2 പായസം കൂട്ടി ഞാൻ സദ്യ ഏർപ്പാടാക്കും, നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഈ സ്റ്റേറ്റ് കോർഡിനേറ്ററെ തന്നെ വീണ്ടും വിളിച്ചു. സാറേ, കാലടി ആദിശങ്കര കുലദേവത ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് കാടൊക്കെ വെട്ടിത്തെളിച്ച് ചെടി വെച്ച് പിടിപ്പിച്ച് വിളക്ക് കൊളുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അതിന് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജില്ലാ തലത്തിൽ നമുക്കൊരു സേവനം നടത്തിയാൽ മതി, എല്ലാവരും കൂടെ, എല്ലാ സമിതികളിൽ നിന്നും ആളുകൾ വന്ന് 500 പേര് വന്നാൽ നമുക്ക് നടത്താമെന്ന് പറഞ്ഞപ്പോൾ സാർ അപ്പോൾ തന്നെ അത് ഞാൻ തീരുമാനം, എന്ന് വേണം? ഞാൻ പറഞ്ഞു, അടുത്ത ദീപാവലി, സ്വാമിയുടെ 76ാം ജന്മദിനത്തിൽ. അപ്പോൾ സാറ് പറഞ്ഞു, എത്ര വിളക്കുകൾ കൊളുത്തും? അപ്പോൾ ഞാൻ പറഞ്ഞു, 7600.
അപ്പോൾ സാറ് പറഞ്ഞു ശ്രീനിവാസൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അതിനുള്ള ഒരു സംവിധാനമൊന്നും ശ്രീനിവാസന് ഇപ്പോൾ ഇല്ല, നമുക്കൊരു 760 വിളക്ക് കൊളുത്തി നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ 76,000. എന്നാൽ ശ്രീനിവാസൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ബാക്കി കാര്യം ഞാൻ ഏർപ്പാടാക്കാം. അപ്പോൾ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ഏർപ്പാടുകളാക്കി. എല്ലാ സമിതികളിൽ നിന്നും ആളുകൾ വന്ന് ആ ദീപാവലി ദിനത്തിൽ 500 ആളുകൾ സേവാദൾ പ്രവർത്തകന്മാരെത്തി. ഞങ്ങൾ ചെടികൾ ഒക്കെ കാട് വെട്ടിത്തെളിച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഞാൻ അതിന് മുൻപേ വീടുകളിലൊക്കെ കയറി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എണ്ണയും ചിരാതും തരും, നിങ്ങൾ തിരിയിട്ട് വിളക്ക് കൊളുത്തണം. അപ്പോൾ 2.5 കിലോമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ കാലടിയിലെ ആദിശങ്കര കീർത്തിസ്തംഭം മുതൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, നമ്മുടെ ശൃംഗേരി മഠം, ശ്രീരാമകൃഷ്ണ ആശ്രമം, ഈ പുഴയ്ക്ക് നടുക്കുള്ള ഒരു ശിവരാത്രി മണ്ഡപമുണ്ട്. അന്നിപ്പോൾ വലിയ ക്ഷേത്രമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 5 ആധ്യാത്മിക കേന്ദ്രങ്ങളെ ദീപങ്ങളാൽ കൂട്ടിയോജിപ്പിക്കാനുള്ള ഏർപ്പാടായി. അത് സംഭവിച്ചു. അന്ന് വൈകുന്നേരം 5 മണിക്ക് രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ഭജന ആരംഭിച്ചു. ഭജന പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 76,000 ദീപങ്ങൾ 2.5 കിലോമീറ്റർ നീളത്തിൽ മിഴിതെളിച്ചു. ധന്യമായൊരു നിമിഷമാണല്ലേ അത്. എല്ലാവരും അതിൽ സജീവമായി പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശൃംഗേരി മഠത്തിൽ ഇവിടെ ഭജന ഉണ്ടായിരുന്നു. ഭജന നടന്ന ആ സമയത്ത് എല്ലാവരും നമ്മുടെ സത്യസായി സേവാ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളും അതിനകത്തുണ്ടായിരുന്നു. അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് നടരാജൻ സാർ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഇത് സത്യസായി സേവാ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് ഈ ശങ്കര ജന്മഭൂമിയിൽ വിളക്ക് കൊളുത്തുക, 76,000 ദീപങ്ങൾ തെളിക്കുക ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എന്നെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ വർഷം അതേപോലെ തന്നെ അടുത്ത ദീപാവലി ദിനത്തിൽ എയർപോർട്ടിനടുത്തുള്ള ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്, ശിവനാരായണ ക്ഷേത്രം. അവിടെ 77,000 വിളക്കുകൾ ഇതേപോലെ തന്നെ ആളുകളെ സംഘടിപ്പിച്ച് 3 ക്ഷേത്രങ്ങളെ ദീപങ്ങളാൽ കൂട്ടിയോജിപ്പിച്ച് 77,000 വിളക്ക് കൊളുത്തി. അതിൻ്റെ അടുത്ത വർഷം തിരുവലം ചുഴി പാറപ്പുറം എന്ന ഗ്രാമത്തിൽ, നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിൽപ്പെടുന്ന പാറപ്പുറത്ത് തിരുവലം ചുഴി എന്നറിയപ്പെടുന്ന അവിടെയും ഒരു പ്രശസ്തമായ അവിടെ പെരിയാർ കിഴക്കോട്ടൊഴുകുന്നതിൻ്റെ അവിടെയാണ് കുറച്ച് ഭാഗം, അവിടെയാണ് തിരുവലഞ്ചുഴി ക്ഷേത്രം. അതിനു ചുറ്റും 8,000 വിളക്ക്. അങ്ങനെ 3 വർഷങ്ങളിലായി 76,000, 77,000, 78,000 ദീപങ്ങൾ തെളിയിച്ച ശേഷമാണ് എനിക്ക് കാലടിയിൽ ഇങ്ങനെയൊരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കുന്നതിനെപ്പറ്റി അതിനുള്ള ഭാഗ്യം തെളിഞ്ഞു വന്നത്. സാറും സാറിൻ്റെ സംഘടനയും നടത്തിയ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ എത്തിച്ചത്. സാർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? തീർച്ചയായും. സത്യസായി സേവാ സംഘടന തന്നെ ഈ കാഞ്ഞൂർ പുഴയോരത്ത് ഒരു വൃദ്ധസദനം, വീടൊരു വെറുതെ വാടക, ഒരു വിജയൻ ചേട്ടനായിരുന്നു വാടകയ്ക്ക് കിട്ടി, അവിടെ ഒരെണ്ണം തുടങ്ങി വെച്ചു. പക്ഷെ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് തിരികെ കാലടിയിൽ വന്ന് പുഴയുടെ തീരത്ത് തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത്, അധികം പൈസയൊന്നും ഇല്ലെങ്കിലും വാടകയില്ലാതെ ഒരു വിപിൻ എനിക്ക് ഒരു വീട് തന്നു. ഞാൻ ആ വീട്ടിൽ ആദ്യമായി സായി ശങ്കര ശാന്തി കേന്ദ്രം എന്ന പേരിൽ ഒരു ബോർഡ് വെച്ചു. അതിനുശേഷമാണ് ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ വീടുകളിലെല്ലാം കയറി ചെന്ന് നമ്മുടെ പ്രവർത്തകന്മാരെ കണ്ട് നമുക്ക് ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കണം, അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാം വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പൂർണ്ണ ഓഡിറ്റോറിയമുണ്ട്, ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എല്ലാവരും ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്.
അത് ഞങ്ങൾ 2018 വരെ ആ സൊസൈറ്റിയുടെ കീഴിലാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മളത് ഒരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് ഭരണപരമായ സൗകര്യത്തിനൊക്കെ വേണ്ടി ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ സായി, അതേ പേരൊന്നും മാറ്റിയില്ല, സായി ശങ്കര ശാന്തി കേന്ദ്രം എന്ന പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 2016 എനിക്കിവിടെ എൻ്റെ നാട്ടിലെ കുടുംബ സ്വത്തുക്കളൊക്കെ വിറ്റ് കുറച്ച് പൈസ കിട്ടിയതും ഞാൻ വന്ന കാലത്ത് ഉണ്ടാക്കിയ ചില ചെറിയ തുക അഡ്വാൻസ് കൊടുത്ത് ആളുകളിൽ നിന്ന് വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങി ആധാരം എഴുതാതെ തന്നെ അഡ്വാൻസ് കൊടുത്ത് കച്ചവടം ചെയ്ത് കുറേ പൈസ ഉണ്ടായി. അങ്ങനെ എല്ലാം ചേർന്നാണ് 2016 ഇവിടെ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിക്കാൻ ഏർപ്പാടുണ്ടായത്. 1-2 വർഷക്കാലം ഇത്തിരി ബുദ്ധിമുട്ടിലാണ് പോയതെങ്കിലും 2018 കേന്ദ്രം സജീവമായി. ഞാൻ ഗുരുവായൂർ സ്വന്തം ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീടും സ്ഥലമൊക്കെ വിറ്റ് ഗുരുവായൂർ ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ 10 കൊല്ലം താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആൾക്ക് പ്രോസ്പൈറ്റിസിൻ്റെ അസുഖം വന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരെ ഹോസ്പിറ്റലിൽ നടന്നു പോയ ആളെ ഓട്ടോറിക്ഷയിൽ ചെന്നിറങ്ങി. അവിടെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ എണീറ്റ് നടന്നില്ല. അത് ഓപ്പറേഷനിലെന്തോ അറ്റകുറ്റം വന്നാണെന്ന് എല്ലാവരും പറയുന്നത്. എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ പോളിയോ വാക്സിനേഷൻ എടുത്തതിൻ്റെ റിയാക്ഷന് പനി വന്നിട്ട് ഫിറ്റ്സായിട്ടൊരു വശം തളർന്ന് എൻ്റെ ഒരു കൈക്കും കാലിനും ഇത്തിരി അപാകത ഉള്ളതുകൊണ്ട് എനിക്കൊരാളെ പിടിച്ചെണീപ്പിക്കാനോ ശുശ്രൂഷിക്കാനോ ഉള്ള കഴിവ് കുറവുണ്ട്. ഒരു ഹോം നേഴ്സിനെ നിർത്താനുള്ള സൗകര്യം ഞങ്ങളുടെ 1 ബെഡ്റൂം ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുവായൂരുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, കാലടി അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ചെന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. അവിടെ നമ്മൾ ഈ ഫ്ലാറ്റ് വിറ്റിട്ട് കിട്ടുന്ന രൂപയിൽ നിന്ന് അവിടെ കൊടുക്കാനുള്ള രൂപ കൊടുത്താൽ നമുക്കവിടെ എല്ലാ സൗകര്യങ്ങളും മരണം വരെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ, എൻ്റെ ബ്രദറാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അച്ഛൻ്റെ സ്ഥാനത്ത്. ആ ബ്രദറിനെ വിളിച്ച് ഞാൻ വിവരം അറിയിച്ചപ്പോൾ ബ്രദർ ഇവിടെ അന്വേഷിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞു. ബ്രദർ എന്നെ ചുമതല എടുത്ത് ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് താമസിച്ചു. ഒരു ബെഡ്റൂം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. 2 കട്ടിൽ, ഒരു അലമാരി, മേശ, കസേര ഒക്കെ സഹിതം തന്നു. ആളെ ശുശ്രൂഷിക്കാനുള്ള ഹോം നഴ്സിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ അതിനൊന്നിനും പ്രത്യേകം പൈസ കൊടുക്കേണ്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്കിവിടെ 2 കേന്ദ്രങ്ങൾ കൂടി, തൊട്ടടുത്ത് 2 കേന്ദ്രങ്ങൾ കൂടി, സായി കേശവം, സായി മാധവം എന്നുള്ള പേരിൽ ഇവിടെ ഇല്ലാതെ പറ്റുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിലുണ്ടായിരുന്ന സായി മാധവവും ഇവിടെ സായി കേശവവും, അങ്ങനെ 2 കേന്ദ്രങ്ങൾ കൂടി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ഈ 3 കൂടി നമുക്കിപ്പോൾ 120ഓളം അന്തേവാസികളാണുള്ളത്. ഇവർക്കെല്ലാം ഭക്ഷണം നമ്മൾ ഈ മാണിക്യമംഗലത്തെ കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി 2 കേന്ദ്രങ്ങളിലും എല്ലാ ദിവസവും എത്തിച്ചു കൊടുക്കും. വയ്യാത്തവരൊക്കെ നമുക്കിവിടെ 20 ജീവനക്കാരിപ്പോൾ ഉണ്ട്. 20 ജീവനക്കാരുടെ പ്രധാന ജോലി അവരെ ഈ രോഗി പരിചരണമാണ്. ആശുപത്രി കൊണ്ടുപോകേണ്ടവരെ ആശുപത്രി കൊണ്ടുപോവുകയും എല്ലാ തരത്തിലുള്ള സാന്ത്വനം അവർക്ക് കൊടുക്കാനും കഴിയുന്ന തരത്തിൽ അതിന് വിദ്യാഭ്യാസ യോഗ്യതയുള്ള MSW ഒക്കെ പഠിച്ച 3 പേരും ഇസ്രായേലിൽ 17 വർഷം ജോലി ചെയ്ത ഒരു സ്റ്റാഫ് നേഴ്സും BSc നേഴ്സിംഗ് പൂർത്തിയാക്കിയ വേറെ നേഴ്സും, അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ, അവർക്ക് BP നോക്കാൻ, അവർക്ക് ഷുഗർ നോക്കാൻ, അവർക്ക് അന്തേവാസികൾക്ക് ഇവിടെ 10 പത്രങ്ങൾ, മലയാള പത്രങ്ങൾ 10 ഇവിടെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ലൈബ്രറി ഉണ്ട്, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുറികളിലൊക്കെ TV ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പൊതു കോമൺ ഹാളിലും ഭജൻ ഹാളിലും TV ഉണ്ട്. അങ്ങനെ അവർക്ക് മാനസികമായ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൽ ഇന്ന് നടന്നു വരുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 4 കൊല്ലമായി. ഇവിടെ വളരെ സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഇവിടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ അന്തരീക്ഷമുണ്ട്, ദൈവിക അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒടുക്കം
വയസ്സായപ്പോൾ എന്തു വേണോ ഒരു മനുഷ്യന് അത് ഇവിടെ ധാരാളം കിട്ടുന്നുണ്ട്. ഭജന ദിവസവും വൈകുന്നേരം ആയാൽ ഭജനയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാട്ടിൽ നല്ല താല്പര്യമുണ്ട്, ഞങ്ങൾ ഭജനയ്ക്ക് പാടും. അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ സൂട്ടബിളായിരിക്കുന്നു. I am Dr. Santana Krishnan. Actually, born and brought up in Tamil Nadu, but got my PhD here. And I came and settled here in Ernakulam, and as early in 1975, I was appointed in a central government department. So I settled here since 1965. I have a wife and 2 children. One boy is now settled in UK. The other girl is now in Pune. Now we were here together, but now since I had a fall, my hip bone had broken, and I shown to many doctors and had physiotherapists and many doctors, but it could not be set right. So afterwards, I have no other option. I've chosen to come over here as I basically a devotee of Satya Sai Baba. When my son came here, he has just chosen this one. He has identified this during the WhatsApp, and then when I came here, I was very much impressed by the location and the approach of the people, and especially our director. So I have chosen this one to come and settle here till my end point. And to my assist, Subramani is here, and he is taking care of everything. So I never felt any lapse in my requirement. I am extremely happy here and counting the days. ഇതിനൊപ്പം നാട്ടിലെ വീട് കൊടുക്കുന്ന പദ്ധതി അതിലൊന്നും പെടാൻ ഇടയാവാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തറകെട്ടി ഭിത്തി കെട്ടി പക്ഷെ പൂർത്തിയാക്കാൻ കഴിയാത്ത കുറേ വീടുകളുണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്നവരെയൊക്കെ ഞാൻ കൈയൊഴിഞ്ഞില്ല. അവിടുത്തെ ഓരോ വാർഡിലെയും മെമ്പർമാർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആകാവുന്ന തരത്തിൽ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്ന ഒരുപാട് ഒറ്റയ്ക്കൊക്കെ കഴിയുന്ന ലോട്ടറി വിറ്റും ഒക്കെ കഴിയുന്ന അമ്മമാരെ കൈപിടിച്ചുയർത്താൻ ആകാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചുറ്റുപാടുമുള്ള നമ്മൾ ഈ മാണിക്യമംഗലം ചിറയുടെ സൗന്ദര്യവൽക്കരണത്തിന് ഒപ്പം അവിടുത്തെ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ നമ്മൾ എല്ലാവർക്കും ഒരു ചാരുബെഞ്ചുകൾ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുതലക്കടവിലേക്ക് പോകുന്ന വഴിയിൽ 3-4 ചാരുബെഞ്ചുകൾ നമ്മൾ ഇട്ടുകൊടുത്തു. കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർക്ക് വന്നിരിക്കാൻ ഇടയില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ ബെഞ്ചുകൾ, അത് നല്ല പഴയ കസേരകളായിരുന്നു, അത് മാറണം അവർ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞനുസരിച്ച് ഞാനിവിടെ പോവുകയും അത് കാണുകയും അവർക്ക് വേണ്ടി നല്ല വില കൂടിയ തടി കൊണ്ടുള്ള നല്ല 2 ഇരിപ്പിടങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇവിടെ എത്തുന്ന മരുന്ന് വാങ്ങാനും ഒക്കെ പണമില്ലാത്ത വരുന്ന ആളുകളെ കൊണ്ടുപോകാൻ, അതേപോലെ ഹൃദയ ശസ്ത്രക്രിയ ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളൊരു കാലത്ത് മെഡിക്കൽ ക്യാമ്പുകൾ, സത്യസായി സേവാ സംഘടനയുടെ ജില്ലാതല മെഡിക്കൽ ക്യാമ്പുകൾ ഈ ഗ്രാമീണ മേഖലയിലൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ വരുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് സാന്ത്വനമേകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ പുട്ടപർത്തിയിലേക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. കൊണ്ടുപോകേണ്ട കാര്യമില്ല, പുട്ടപർത്തിയിൽ ക്യാഷ് കൗണ്ടറില്ലാത്ത ആശുപത്രിയാണ്. അവിടെ നമ്മൾ പറഞ്ഞു വിടും, അവർക്ക് വേണ്ട വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരുപാട് ആളുകളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ എനിക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആശുപത്രികളിലും പോയിട്ട് ഒരു കുട്ടി തുറവൂർ പഞ്ചായത്തിലുള്ളതാണ്. എല്ലാ ആശുപത്രികളിലും പോയിട്ട് അതിന് പണം ചികിത്സയ്ക്ക് ഒരു മാർഗവുമില്ലാതെ ജീവിതം വഴി കൈവിട്ടുപോയ ഒരു കുട്ടിയെ അതിൻ്റെ വീട്ടുകാരൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും മാർഗം എന്ന് പറഞ്ഞാൽ
ഇനിയിപ്പോൾ ഇങ്ങ് കൊണ്ടുപോകാനില്ല, ചികിത്സിക്കാനുമില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുട്ടവർത്തിയിലെ വിലാസം കൊടുത്ത് എല്ലാം വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അവർക്ക് താമസിക്കാൻ അവിടെ വീടിന് വാടക കൊടുക്കാനില്ല. അവിടെ വാടകയും ഞാനോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഇവിടുന്ന് അവർക്ക് ഇപ്പോൾ 7 മാസം പൂർത്തിയായി. 6000 രൂപ വീതം എല്ലാ മാസവും പുറത്തവർക്ക് താമസിക്കാനുള്ള വിട്ടുവാടക കൊടുത്ത് അത് ചെയ്തു. അവരുടെ 8 ശസ്ത്രക്രിയകൾ പൂർത്തിയായി. ഇനി ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ അവർക്ക് തിരികെ വരാം. ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ അത് നമ്മൾ ആരും അറിയാതെ, ആരും പറയാതെ നമ്മുടെ മനസ്സിൽ ചെയ്യണം എന്ന് തോന്നുന്ന സായി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ മനസ്സിൽ ഉയരുന്ന അത്തരം ചില വേദനകൾ ഉള്ള ആളുകൾ, കഷ്ടപ്പെടുന്നവർ, ദുരിതമനുഭവിക്കുന്നവർ, അവരുടെയൊക്കെ വേദനകൾ സ്വന്തം ചുമലിലേറ്റാൻ തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ വാതിൽ തുറക്കാനാണ് എന്നെ സ്വാമി പഠിപ്പിച്ചത്. നീ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ചെറിയ കാര്യങ്ങൾ അത് മഹത്തായ തരത്തിൽ ചെയ്യാൻ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അത് ഞാനിവിടെ ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണ് ആവാത്ത ആളുകളെ ഒന്ന് കൈപിടിച്ച് നടത്താൻ സഹായിച്ചാൽ, പല്ല് തേക്കാനാവാത്ത ഒരാളെ പല്ല് തേക്കാൻ സഹായിച്ചാൽ, അതാണ് എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുക എന്നാണ് സ്വാമി പഠിപ്പിച്ചത്. എൻ്റെ ബാങ്കിൽ എത്ര പണമുണ്ട് എന്നുള്ളതല്ല, അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്നുള്ളതല്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു. പരോപകാരാർത്ഥമിതം ശരീരം. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും, എൻ്റെ അച്ഛനും അമ്മയും കടന്നുപോയി. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞത്, നീ ഒരമ്മയുടെയും കണ്ണുനീർ വീഴ്ത്താൻ അവരെ ഞാനിവിടെ കൊണ്ടുവന്നു ഒരിക്കൽ. അമ്മ പറഞ്ഞതാണ്, ഒരമ്മയുടെയും കണ്ണുനീര് വീഴരുത്. അപ്പോൾ അതിന് കഴിയുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ വേദനകളും വിഷമതകളും ഒക്കെ മറക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആകാവുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാത്തത് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. ഇവിടെ ഈ ഉയർന്നു നിൽക്കുന്ന 2 കൈകൾ, ഈ കൈയുടെ സംരക്ഷണ വലയത്തിലാണ് ഇവിടെയുള്ള അന്തേവാസികൾ എന്ന് എനിക്കല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, മുടങ്ങാതെ, ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ പ്രദക്ഷിണ ഭജനയും വൈകുന്നേരവും താളമേളങ്ങളോടെയുള്ള ഭജനയും ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, ഇതെല്ലാം ഇങ്ങനെ നിരന്തരം മുഴങ്ങുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ശക്തിയാണ്, നാമജപത്തിൻ്റെ ശക്തിയാണ് കലികാലത്ത് ഏറ്റവും വലുത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇതു കേൾക്കതാൻ, ഹരിനാമകീർത്തൻ്റെ അവസാനം പറയുന്നത്, ഇതു കേൾക്കതാൻ ഒരു മൊഴിതാൻ പഠിപ്പവനും പതിയാ ഭവാം ബുധിയിൽ നാരായണായ നമ. സാറിനെ കുറിച്ചും സാറിൻ്റെ ട്രസ്റ്റിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ സാർ ഗസ്റ്റായിട്ട് വന്നതിലും ഒരുപാട് സന്തോഷം. എനിക്കും ഏറെ സന്തോഷമുണ്ട്. ഞാനിവിടെ സ്ഥാപനം ആരംഭിച്ച് കാലടിയിൽ വന്നിട്ടൊക്കെ 30 വർഷമായെങ്കിലും എന്നെപ്പറ്റി ഒരു നല്ല വാക്കുകൾ ആളുകൾ പറയാൻ തുടങ്ങിയത് ഈ വർഷമാണ്. ഈ വർഷം നമുക്ക് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഗവർണർമാരും അടക്കമുള്ളവരുടെ പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ ഭാഗ്യമായി, പുണ്യമായി ഞാൻ കരുതുന്നു. ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ കൗമുദിയുടെ ഈ പരിപാടി ഇവിടെ നടത്താൻ എത്തിച്ചേർന്ന കൗമുദി ന്യൂസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം.